ആവേ മരിയ. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ചില സവിശേഷ പുണ്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ അമ്മയുടെ ഹൃദയ നൈർമല്യത്തെ പറ്റിയാട്ടോ. നമ്മളെപ്പോലൊരു സൃഷ്ടിയായിരുന്നില്ലേ അമ്മ, എന്നിട്ടും അമ്മ ഒരു പാപം പോലും ചെയ്ത് തൻ്റെ വിശുദ്ധിക്ക് കളങ്കം വരുത്തിയില്ല എന്നുള്ളതാണ് നമ്മൾ അമ്മയെ പറയുന്നത് അമലോത്ഭവ എന്നല്ലേ. രണ്ടാമതായിട്ട് പറയുന്നത് അമ്മയുടെ ആഴത്തിലുള്ള വിശ്വാസം, ദൈവാശ്രയ ബോധം ഇതിനെ പറ്റിയാണ്. അമ്മയ്ക്ക് വളരെ 13 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ദൈവദൂതൻ്റെ ആ ഒരു വലിയ അരുളിപ്പാടുണ്ടാകുന്നത്. ആ സമയത്ത് അന്നത്തെ സാഹചര്യം വളരെ പ്രതികൂലമാണ്. പക്ഷെ എന്നിട്ട് പോലും അമ്മ ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി ഇതാ കർത്താവിൻ്റെ ദാസി എന്നുള്ളൊരു മറുപടിയാണ് കൊടുക്കുന്നത്. വെറുതെ ഒരു മറുപടി കൊടുത്തു പോകുക മാത്രമല്ല, തൻ്റെ ജീവിതം മുഴുവൻ ആ ഒരു കർത്താവിൻ്റെ ദാസി എന്നുള്ള മനോഭാവത്തോടെ ജീവിച്ച ഒരാളാണ് അമ്മ. അമ്മയുടെ ജീവിതത്തിൽ അമ്മ ആരെയും ആശ്രയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പ്രതികൂല സാഹചര്യങ്ങളിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അത്രമാത്രം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ എല്ലാ പ്രവൃത്തികളും കൃപയുടെ പ്രവൃത്തികളായിട്ട് മാറുകയാണുണ്ടായത്. പിന്നെ അമ്മയ്ക്കുണ്ടായിരുന്ന ആ വലിയ സ്നേഹം, എന്തൊരു സ്നേഹമാണല്ലേ അമ്മ. ഏതമ്മയാണ് തൻ്റെ മകനെ മറ്റുള്ളവർക്ക് പാപപരിഹാര ബലിയായിട്ട് അത്രമാത്രം പീഡനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവുക? പക്ഷേ അമ്മ എന്താ പറയുക, നമ്മുടെ രക്ഷയാണ് ആഗ്രഹിച്ചത്. ദൈവത്തോടൊപ്പം അമ്മ സുസമ്മതത്തോടെ തൻ്റെ പുത്രനെ വിട്ടുകൊടുക്കുകയായിരുന്നു ഈ ഒരു പാപപരിഹാര ബലിക്ക്. അതുപോലെ ഇപ്പോഴും നമ്മൾ അമ്മ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ സ്വർഗത്തിലായിരുന്നിട്ടും അമ്മ പലയിടത്തും, അതായത് ലൂർദിലും ഫാത്തിമയിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, മാനസാന്തരപ്പെടുന്നൊക്കെ ഉള്ള ആ ഒരു ആഹ്വാനം നമുക്ക് നൽകുന്നത്. അപ്പം ഇത്രമാത്രം അമ്മ ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയിലായിത്തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാനൊക്കെ സാധിക്കുന്നത്. അമ്മയെപ്പോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കേണ്ടവരാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൂട്ടായ്മ സ്ഥാപിക്കാനും അതിൽ വളരാനും ഒക്കെ പരിശുദ്ധ അമ്മ നമ്മളെ ഒരുപാട് സഹായിക്കും. സഹായത്തോടെ നമുക്ക് ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം, ദൈവത്തോടുള്ള അത്യഗാധമായ ബന്ധത്തിൽ വളരാം, അങ്ങനെ നമുക്ക് വിശുദ്ധരായിത്തീരാം. യു ആർ ലിസണിങ് ടു എബാഡ് വോക്സ്. പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാം, വിശുദ്ധിയിലേക്ക് വളരാം.